എടാ വെഡ്ഡി മനസ്സിലായ ഈ പീഡിയ പൂഡിയ എന്നൊക്കെ പറയുമ്പോൾ നീ അതെങ്കിലും ഓർക്ക്. പീഡിയ പൊടി 23 കിലോമീറ്റർ നടന്ന് അച്ചഞ്ചലമായി നടന്ന് ഒടിഞ്ഞ് വീഴാണ്ട് 23 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100 മീറ്ററും 50 മീറ്റർ എന്നാണോ അത് 1 മീറ്റർ എന്നാണോ 23 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതൊക്കെ നടന്നൊരു കാലും കോച്ച് എന്താ ഇവിടെ വരെ എത്തിയാലും തിരിച്ചു വരാനും അതൊക്കെ കഴിവുള്ളത് ഒരു മുതിർന്ന മെച്ചുവർ ആൾക്കാർ കുടിച്ചിട്ടടിച്ച് നടക്കാൻ ഒരു ചെയ്യില്ല. പീഡിയക്കാരും പോലും ഒരാരും ഇരുട്ടത്ത് 2 മണിക്ക് പുലർച്ചെ എന്തിനു വന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള കാര്യം പറഞ്ഞിട്ട് തോക്കും ബുള്ളറ്റൊക്കെ പിടിച്ച് അവരോട് സംസാരിച്ച് പോണതും നിങ്ങൾ പീഡികളെ കള്ളം പിടിച്ചിട്ട് ഓടി തിരിച്ചു പോകും. അത് പുതിയ സ്ഥലമാണ്, ഞാൻ കോൺടാക്ട് വെക്കണല്ലേ. പുതിയ സ്ഥലം എത്രയോ 3000 കിലോമീറ്റർ അകലെയുള്ളവരാണ്. 23 കിലോമീറ്റർ കിടക്കണു, 3000 കിലോമീറ്റർ അവിടെ കിടക്കണു. അവിടെ ആരും കോൺടാക്ട് വെക്കണല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വേറെ വല്ലവരോട് സംസാരിക്കണം. നിങ്ങൾ ശബ്ദമൊക്കെ ഉണ്ട് വേറെ വല്ല സംപ്രേഷണം എന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലും കാണണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പങ്ക്തി കാണണ്ടെങ്കിൽ നിങ്ങളത് ഭയങ്കര ഇതാൻ പറഞ്ഞിരിക്കും. അതാണ് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് നേച്ചർ. അതാണ് നിങ്ങൾ ശിഖണ്ഡികൾ ആരാധിക്കുന്ന നേച്ചർ, സെൽഫിഷ് നേച്ചർ. അത് കുറേ ആയിരുന്നു ഒട്ടി വാങ്ങണ ഏഷ്യയും അതൊക്കെ അല്ല് പറയുമ്പോൾ അത് വേറെ മെറ്റീരിയലിസ്റ്റിക് വാർത്ത പറയുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ യൂട്യൂബിൽ കേൾക്കുമ്പോൾ അത് നിങ്ങൾ തിരിച്ചെടുക്കുന്നത്. ശരിക്കുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ത്രൂട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ശരിക്കുള്ള കാര്യം ശരിക്കുള്ളത് പറയണേ. അത് ഡ്രഗ് അടിച്ച് കുടിച്ചിട്ടല്ലേ പറയണേ. നിങ്ങൾ വിചാരിക്കുന്നത് പോർച്ചുഗീസുകാർ കോഴിക്കോടുകാരെ ഇറക്കി വിട്ടു, ഇവിടെ ഗോവയിൽ വരുന്നത് അങ്ങനെയാണെന്ന് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾ വായന വൃത്തികേട് വന്ന് വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യണേ. ഗോവയിൽ വരുമ്പോൾ ഞാൻ വൃത്തികേട് ആരും എൻ്റെ മുഖത്ത് നോക്കിയും പറയണല്ലേ, ആരും മുതിർന്നവരും അങ്ങനത്തെ പഠിപ്പിച്ചിട്ടുള്ളേ. ഇവിടെ ഞാനും അന്യമാരും ആരും അങ്ങനത്തെ വാക്കുകൾ പറയണല്ലേ, വൃത്തിയുടെ വാക്ക് പറയണല്ലേ. നിങ്ങളുടെ കന്നഡ വേറെ, തെലുങ്ക് വേറെ, അത് വേറെ വൃത്തിയുടെ സ്ഥലം. അതൊന്നും ഗോവയിൽ നിന്ന് ഞാൻ പഠിച്ചു വന്നിട്ടില്ലേ. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഇവിടെയും തൃശ്ശൂരും ആരും എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ വീട്ടുകാരോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ 9 വർഷം അവിടെ ഉണ്ടായിരുന്നല്ലോ, ആരും എൻ്റെ മുഖത്ത് നോക്കി ആരും ഇങ്ങനത്തെ വാക്കുകൾ പഠിപ്പിക്കണമില്ല. ഞാനും ഇങ്ങനത്തെ വാക്കുകൾ പറയണല്ലേ. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ വേറെ ഏത് ബെഡിനെ ഓർക്കണം. നിങ്ങൾ വേറെ പശ്ചാത്തലത്തിൽ ഇത് വൃത്തികെട്ട പശ്ചാത്തലത്തിൽ വളർന്നവർ, നിരങ്ങി നീങ്ങിയവർ, ഞാൻ ഒരു പ്രത്യേക രീതിയിൽ അത് മനസ്സിലാക്കുള്ള ബോധമല്ലേ ഞങ്ങൾക്ക്. ഇല്ലാത്ത കാര്യം ചെയ്യാത്ത കാര്യം ഞാൻ പറയൂ. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഇവിടെ കോഴിക്കോട് ഇറക്കി വിട്ടു. തോന്നുന്നു വരുന്നത് നിങ്ങൾ ആ വാല്യൂം കണ്ട് വേറെ എല്ലാവരും സംസാരിക്കണം എന്ന് മനസ്സിലാക്കാണ്ട് ഉള്ള കാര്യം ശരിക്കുള്ള കാര്യം നിങ്ങൾ സ്വീകരിക്കാണ്ട് വേറെ നോണകൾ പറയണ പാതിരിയും കേട്ടിട്ട് സ്വയം മാറാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ അവസ്ഥ വരെ വന്നു, സൂക്ഷിച്ചാവസ്ഥ. അപ്പം ഞാൻ എങ്ങനെ പറയണം, ഞാൻ അവിടെ 9 വർഷം അവിടെ തോണ്ടി ആരെയും സബ്ജക്റ്റിനെ കുറിച്ചോ പെണ്ണുങ്ങളെ കുറിച്ച് ആരെയും മുഖത്ത് സംസാരിക്കേണ്ട ഇല്ല. നിങ്ങൾ ഷിജീനും മൂമനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഭാര്യമാരാണെന്ന് ചോദിക്കാൻ കടമയുണ്ട്. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ മൂമൻ കൂമൻ പറയിപ്പിച്ച് പറയണ്ടെങ്കിൽ നിങ്ങൾ ഷിജീനും ബാക്കിയുള്ളവർ പെണ്ണുങ്ങൾ ഇവിടെ 2 പെണ്ണുങ്ങൾ താമസിക്കേണ്ടത് വിചാരിച്ചോ, അല്ലെങ്കിൽ വല്ല മൂമൻ ആരെങ്കിലും മുസ്ലിംസ് ആരെങ്കിലും താമസിക്കേണ്ടത് വിചാരിച്ചോ. മുസ്ലിംസ് മൂമൻ എന്ന് പറഞ്ഞാൽ യഹൂദിയ ക്രിസ്ത്യാനിറ്റി പെന്തക്കോസ്റ്റിൽ വരുന്നതല്ല, അവർ ക്രൈമില്ല. നിങ്ങൾ മൂമന്മാർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബെല്ലടിച്ച് കുടിച്ചും ഡ്രഗ് അടിച്ചും ഒരു രാത്രിയില്ല കുടിച്ചും ഡ്രഗ് ഛർദ്ദി അവരുടെ ഫ്രൈഡ് റൈസ് കൊണ്ടുവച്ച് അതിൽ വീണ കുട്ടികൾ വീണ അത് ഛർദ്ദിച്ച് രാത്രികൾ ആഴ്ചകളും കുറേ കൂട്ടത്തോടെ നിന്ന് വർഷങ്ങളൊക്കെ തീർന്ന് 3 വർഷങ്ങൾ തീരില്ലേ. പിന്നെ ഒരു ദിവസം മുമ്പ് വന്നതല്ലോ. അത് ബെല്ലടിച്ച് നിങ്ങൾ ധൈര്യം ഇല്ലാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കണ പോലെ ഇവിടെ വരണ്ട. ഇല്ല, ഇവന് ധൈര്യമുണ്ട്. നിങ്ങൾ ഒളിച്ചിക്കാൻ നോക്കണമെന്താ നിങ്ങളല്ലേ പോകേണ്ട കടമ. പെണ്ണുങ്ങളാണെങ്കിൽ 2 പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങളവിടെ ബെല്ലടിച്ച് കാര്യങ്ങൾ പിരിച്ച് അബോർഷൻ പ്രഗ്നൻ്റ് ബാക്കി എന്തെങ്കിലും യൂട്രസ് എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ പോവും അല്ലേ, ഒളി നോക്കണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം നമ്മുടെ നാവ് വൃത്തികേടാവാന്നല്ലാണ്ട് വേറെ വല്ല കന്നഡ ഡിസ്കസ് ഷോർട്സ് വാക്ക് പറയാണ്ട് വേറെ എന്തെങ്കിലും നടക്കണ്ട അവിടെ. നമ്മളായിരുന്നു കുട്ടി വാങ്ങി പോവാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും നടക്കണ്ട. നമ്മൾ വൃത്തികെട്ട വാക്ക് പറയണു, നമ്മൾ ഷോർട്സ് വാക്കുകൾ പറയണു, നമ്മൾ വല്ല പറഞ്ഞ് വൃത്തികേടായിരുന്നു കുട്ടി വാങ്ങി പോകണു, അല്ലാണ്ട് വേറെ എന്തെങ്കിലും നടക്കണ്ട ഇവിടെ. അത് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾക്ക് പറ്റണല്ലേ, അത് നിങ്ങൾ തമ്മിൽ ചോദിക്കി. നിങ്ങളാണ് തുടങ്ങിയത്. ഇവൻ ആരെങ്കിലും കുറിച്ച് ഇവിടെ ഫ്ലാറ്റിലുണ്ടായിരുന്നു, ഇവിടെ ഒരു ദിവസം മുമ്പ് വന്നതല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കി. 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ആയിക്കോട്ടെ. അവൻ ആരെങ്കിലും കുറിച്ച് ഇവിടെ ഫ്ലാറ്റിൽ മുഞ്ഞാന്ന് പറയാൻ പോയിണ്ടാ. ഡ്രഗ് അടിച്ച് കുടിച്ച് ധൈര്യം ഇല്ലാത്തവരാണ് മുഞ്ഞാന്ന് പറയാൻ പോവാറ്. അങ്ങനെ എന്തെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവനെ കുറ്റം പറയേണ്ട കാര്യം? അവൻ ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരം പറയണല്ലോ. പിന്നെന്താ കാര്യം? അവൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനായിരുന്നു ചോദിച്ചു അവന് ക്യാമറ പൂത്തന അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല, നമ്മൾ തിരിഞ്ഞേ പോണേ. പിന്നെ എന്തിനാ ഇത് പറയേണ്ട കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ ചിന്തിക്കാൻ കുറച്ച് 3 വർഷം ചിന്തിച്ചിട്ട് വരേണ്ട കാര്യമില്ല. ഒരു മില്ലി സെക്കൻഡ് കുറഞ്ഞ് ചിന്തിച്ചാൽ മതി, വിചാരിച്ചാൽ മതി, ചിന്തിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഞാൻ നിന്നോടല്ല സംസാരിക്കണോ, എവിടെയൊക്കെ ഞാൻ സംസാരിക്കണു. പെണ്ണുങ്ങൾ പിലിസ് അബോർഷൻ പ്രഗ്നൻ്റ് നടക്കണവരുണ്ടല്ലോ ഇല്ലേ, അവരുടെ അടുത്ത് വരെ നീ പോയി സംസാരിക്കില്ലേ? അതുപോലെ ശിഖണ്ഡികൾ ആരാധിക്കണവരെന്ന പെണ്ണ് അവർ വിപരീതം ചെയ്യണവർ ആരെങ്കിലും പറയൂ. കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കണ ഛർദ്ദിച്ചടക്കണ 3 വർഷമായാലും 40 വർഷമായാലും 50, 70, 60, 70, 50 വർഷമായാലും അവർ ഇതിനെ കുറിച്ച് വല്ലതും പറയൂ?
വക്കീൽമാർ ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി വക്കീലന്മാർ MDM കളിച്ച് നടക്കുന്ന വക്കീൽ ജോലി കഴിഞ്ഞ് നടന്ന് അതും ഉപേക്ഷിച്ച് പോകണം എല്ലാത്തിനെ കുറിച്ച് ഈ അതല്ല എന്ന് പറഞ്ഞ് ഇവിടെ അറിയാൻ ഇവിടെ വല്ല അർഹത ഉണ്ടോയെന്ന് ചോദിക്കി അവരിത് പറയുമെന്ന്. കാരണം ജയിക്കണവരായിട്ട് മല്ലിടരുത്, തോൽക്കാനുള്ളവർ തോറ്റ വേർഡ്സ് പറഞ്ഞാൽ ഒരിക്കലും ജയിക്കില്ല, അത് മനസ്സിലാക്കാൻ പഠിക്കും. ധൈര്യം ഇല്ലാത്തവരെ തോറ്റ വേർഡ്സ് പറയാം. ഹിജറകളുണ്ട്, ഷിഗണ്ടികളുണ്ട്. ഷിഗണ്ടികളാരെ ഇവരങ്ങ് കുടിച്ച് ഡ്രഗ്സ് കുറ്റം പറഞ്ഞ് നടക്കണവർ സിഗരറ്റ് വലിച്ച്, അത് മനസ്സിലാക്കുന്ന ബോധമല്ലേ? കാരണം ഞാൻ അങ്ങനെയാണ് ഹിന്ദു ഷിഗണ്ടികളെ അരച്ചിട്ട് അങ്ങനെ എന്തായിരിക്കണം. അപ്പോൾ മലയാളി പാരൻസ് ഉണ്ടായി നീ ഹിന്ദിക്കാരുടെ കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ ഗോവ അറേബ്യൻ സീ വഴി വരുമ്പോൾ ഒരാളെന്നോട് ഒരു ഹിന്ദി സംസാരിക്കണല്ലോ. അപ്പോൾ അത് നീ വേണമെങ്കിൽ പോയി നോക്ക്, ഇത്ര പ്രൂഫ് ഉണ്ട്, പോയി നോക്ക് ആരെങ്കിലും ഒരാളെ എന്നോട് ഹിന്ദിയിൽ സംസാരിക്കണ്ടോന്ന്, ഞാൻ അങ്ങോട്ട് തിരിച്ച് പറയണ്ടോന്ന്. ഇവിടെ ഗുജറാത്ത് മലയാളം അറിയണം. ഇവിടെ വീട്ടിലുണ്ട് വടൂക്കര പുതിയ വീട് പാടത്തിനടുത്ത്. ഞാൻ പറയാം പഴയ സമയം ഇത് വീട് വന്നിട്ട് എങ്ങനെയാന്ന്. അവിടെ ആരും എന്നോട് ഹിന്ദിയിൽ അവർ തമ്മിൽ പറയണ്ടെങ്കിലും എന്നോട് ഒരാൾ ഹിന്ദിയിൽ പറയണല്ലോ. എന്നോട് ഹരിസ അങ്ങനെയാണ് മലയാളത്തിലാണ് പറയണേ. എവിടെയാണ് വെണ്ടൂർ എവിടെയാണെങ്കിലും ഇത്രയ്ക്ക് ബോധമല്ലേ? നിങ്ങളുടെ സ്ഥാനമൊക്കെ ഒന്ന് ഓർത്ത് നോക്കും. ഇവിടെ ലാലു ഉണ്ടായിരുന്നു, ടീന ഉണ്ട് ഗുജറാത്ത്. താലി സിനിമ കഴിഞ്ഞ 2002 കച്ചിബുജ് എർത്ത് വേക്ക് ഉണ്ടാകുമ്പോൾ ട്വിൻ ടൗൺസിൽ പാകിസ്ഥാൻ ബോർഡറിൽ ടീന, ഉണ്ണി, ലാലു, മെറ്റി ബെറ്റ്സിമിസ് ഇവിടെ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ പോയി എന്ന് പറയും. മാത്സിൽ അല്ല മലയാളത്തിലൊക്കെ പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ 13 വയസ്സിൽ. അപ്പോൾ മെറ്റി ഉണ്ട്, ലിറ്റി ഉണ്ട്. അത് ടീന, ഉണ്ണി, ലാലു. ഇവരാരും എന്നോട് നല്ല അവരുടെ മുഖത്തൊരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ അവരുടെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടല്ലോ ആദിവാസികൾ പോലെ ഇങ്ങനെ മുഖത്ത് ചുളിഞ്ഞ് വേറെ രീതിയിലാണ് അവർ. വീണാൻ്റെ അങ്ങനെയായിരുന്നു, അങ്ങനെ മുഖത്ത് ചുളിയും. അങ്ങനെയല്ലത് മുംബൈയിലുള്ളവർ. ഇത് ഗുജറാത്തിലുള്ള അവർ താല്പര്യം കൊണ്ട് അതിനു മുമ്പും ടീന ആണെങ്കിലും ലാലു ആണെങ്കിലും അവരൊക്കെ അവരുടെ ചേച്ചിയുടെ ഒന്നാമതാണ് ഞാൻ. നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വല്ല അവരുടെ അനിയത്തിയുടെ ഒന്നാമത് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരുടെ ഗ്ലീഷ് എന്ന് പറയുന്നത് ഗുഡ്ക അടിച്ച് അവർ നടന്നവരാണ് ഒരു സ്ഥലത്ത്. അവരാരും കോപ്പി ചെയ്യാൻ പോയിട്ടുണ്ട് 1947 1987 വരെ ഇല്ല. ഇത് അവിടെ നിന്ന് തൊട്ട് 2008 അവിടെ നിന്ന് തുടങ്ങി അങ്ങനെ പാടം വെണ്ടൂർ കണക്ഷൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സമയം വെച്ച് അവരെ സ്ഥലത്തിനനുസരിച്ച് പടി ഉയർന്നു വരിക. അങ്ങനെയുള്ളവർ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ 1947 1987 വരെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ ആരും അനുഭവത്തേക്ക് ഒരു തരം ഇതില്ലേ എന്താ എന്തൂസിയാസം എന്താ പറയില്ലേ? ഇപ്പോൾ സിസ്റ്റർക്ക് എന്തൂസിയാസത്തിൽ സംസാരിക്കില്ലേ? അതും ഏഷണിയും വൈരാഗ്യം വെച്ച് സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. കുടിച്ചിട്ടൊക്കെ അടിച്ച് വൃത്തിയായിട്ട വാക്ക് അവരുടെ വൈകുന്നേരല്ലേ അവർ സംസാരിക്കുന്നതിന് അവർ തന്നെ എന്താ നല്ല അവരുടെ ഒരു കണ്ണിലെ എക്സ്പ്രഷനും എന്താ പറയുക. താലി സിനിമ കാണണ്ട, തന്നെ താലി സിനിമയിൽ റിപ്പോർട്ടറിനെ കണ്ട ന്യൂസ് റീഡർ ഗോപിയുടെ കൂടെ നിൽക്കുന്നത് അതെന്ത് നല്ലതാ എന്ത് സംസാരിച്ച് കളിക്കണം ഭയങ്കര നല്ല എന്തൊരു അട്ടസ് നല്ല ചിരിയും എന്തൊക്കെ നല്ല ഇതായിരുന്നു അല്ല എന്തൊക്കെ ഇപ്പോഴും ഇവിടെ എന്തൊരു നല്ല എന്താ പറയുക ഒരു തരം ഇതില്ലേ ഒരു തരം ഇന്നസെൻ്റ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ സംസാരിക്കും. ടീനയുടെ മുഖമാണ് ടീന അല്ലെങ്കിൽ ലിറ്റി, ഉണ്ണിമോസി അല്ലെങ്കിൽ മറ്റേ ലാലു അവരൊക്കെ സംസാരിക്കണം ചേച്ചി വർത്തന ഒരു തരം ഒരു വേറെ എപ്പോഴും ആ സന്തോഷം എല്ലാ ഇടയിൽ മങ്ങൽ വരണല്ലേ മനസ്സിലാവണ്ട ഒരു ഈർഷ്യ പോലെ മങ്ങൽ ഒരു ഇങ്ങനെ തുറച്ച് നോക്കണ വൃത്തിയോടെ വരണല്ലേ ഒരു നല്ല ഒഴുക്കോടാൻ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ പോലെ അതാണ് കച്ചിബൂച്ച് 2002 അവിടെ ഇത് വരുന്നത് എർത്ത്. അതെല്ലാം ആ ഒഴുക്കോടെ വന്നിട്ട് നിങ്ങൾ വേറെ വിഡ്ഢികളെ സ്വപ്നം കാണണേ. അവരുടെ ചേച്ചിയിൽ ഒന്നാമത് അങ്ങനെ നീ വേറെ വിഡ്ഢിനെ സ്വപ്നം കണ്ട ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആയിരുന്നു കൂട്ടി വാങ്ങുന്നത് അങ്ങനെ. വൃത്തികളുടെ സ്ഥലത്ത് പോയപ്പോഴും ഇപ്പോൾ 9 വർഷം അവിടെ ഉണ്ടായപ്പോൾ ഇവിടെ അടുത്ത അവർക്ക് മനസ്സിലാവും അവരങ്ങനത്തെ വാക്കുകൾ അവർക്കും ഒരു അന്ന് ടീന ലാലു ടീന മോസി പറഞ്ഞ ഒരു തരം എന്തൂസിയാസം നാന അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയാം നാന, ലാലു മോസി, ടീന മോസി, ഉണ്ണി മോസി ഗുജറാത്ത്, ബാക്കി എല്ലാവരും മുതിർന്നവർ ഇവരെല്ലാവരും അങ്ങനെയാണ്. അവർ ഒരു തരം അവരുടെ മുഖത്ത് എന്താ പറയുക ഒരു അങ്ങനെ വെറുതെ എക്സ്പ്രഷൻ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു തരം എന്താ പറയുക എനർജി എന്തെങ്കിലും പറയാം പോസിറ്റീവ് നെഗറ്റീവ് പറയണല്ലേ സ്ട്രെങ്ത് ആയിട്ട് പറയില്ലേ എന്തെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയ ഇതുണ്ട്. അപ്പോൾ അതിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ഇതിൽ ഒരു ഇങ്ങനെ ഒരു തരം എന്താ പറയുന്നത് സ്ട്രെങ്ത് നോക്കി ഒബ്സർവ് അല്ല അതിൽ നിൽക്കില്ല ആ ടൈപ്പിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ഏതോ മൂത്തവരല്ലാത്ത അനിയന്മാരും കുട്ടിക്കും കഴിച്ച് നടക്കുന്നവരും ഏതോ ഹിന്ദിയും കൂട്ടുകാരും ആ സമയത്ത് ഒരു മങ്ങിയ വേറെ ടൈപ്പ് വലിയ കള്ളിയുള്ള ഷർട്ടും വേറെ ടൈപ്പുള്ള ഒരു മങ്ങിയ പാൻറ്റും ഇട്ട് നടക്കണം. എവിടെയോ എക്സാമിൽ ഗൾഫിൽ പോയിട്ട് 8 വർഷം ഉണ്ടായിട്ട് തിരിച്ചു വന്ന ഡ്രഗ് അടിച്ച് നടന്നവരും ഗുഡ്ക അടിച്ച് നടന്നവരും കുൽത്താരക്കുട്ടി പാതിരി വേഷത്തിൽ കൂടെ നടന്നിട്ട്
നാന എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗ്ലീഷോ അനിയന്മാർ ഗുഡ് കഴിച്ച് നടക്കുന്ന വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങൾ വേറെ വെഡ്ഡികൾ വേറെ എന്തോ വെഡിത്തം പറഞ്ഞു കേട്ടിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്തവരെ കുറിച്ച് വേറെ എന്തോ വെഡിത്തം പറഞ്ഞിട്ട് നിങ്ങൾ അത് കേട്ടിരുന്നാൽ നിങ്ങൾ പേടും. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെന്താ ചെയ്യണേ, അവർക്കിതൊന്നും പറയാറില്ല. അവരെന്താ ചെയ്യുക, ഗുഡ് കഴിച്ചിട്ട് ശീല കളിക്കാണ്ടൊക്കെ ഇവരൊക്കെ നല്ല സന്തോഷത്തിൽ ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഞാൻ പറയണില്ലേ അങ്ങനെ സംസാരിക്കണവരാണ്. മനസ്സിലാവണ്ട, അത് എനിക്കില്ല. അതുകൊണ്ട് ചോദിക്കണം, നീ ഏത് വെട്ടി താനിയെ നീ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ടാണ് അവർ ഗുഡ് കഴിച്ചായിരുന്നു 11 ആയിരുന്നു കൂടി സാവുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ല. ഗുഡ് കഴിക്കണവർ ഞങ്ങൾ വീട്ടിൽ നിലനിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞു എഴുതിയത് അതുപോലെ നടന്നു. അപ്പം അത് നിനക്കറിയില്ല. അപ്പം നീ വേറെ വീട്ടിന് സ്വപ്നം കാണണേ. മനസ്സിലാവണ്ട, മെറ്റീരിയലിസ്റ്റിക് നേച്ചറിൻ്റെ അടുത്ത് പോണ രീതിയിൽ അല്ലത് വരണേ. ഒരു ഇതിലെ അവസരം കാര്യങ്ങൾ വരുന്നതും നീ വെഡിത്തം വാക്ക് പറഞ്ഞു വെഡ്ഡി. നിനക്ക് അരുന്ന് കൂട്ടി വാങ്ങുന്ന സമയത്ത് നീ അരുന്ന് കൂട്ടി വാങ്ങും. എന്തുകൊണ്ട് നീ ഈ ക്ലീശോ പോലത്തെ വെഡിത്തം പറഞ്ഞ് നീ ഓരോ ശിഖണ്ഡികളെ ആരാധിക്കണവരും ഹിന്ദുവായിട്ട് ഞാൻ ജനിച്ചിട്ടില്ലേ അങ്ങനെ പറഞ്ഞ് നടന്നിട്ട് റോമൻ കാത്തലിക് വിപരീതം ചെയ്യണവരും ഡ്രഗ് അഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ അങ്ങനെയുള്ളവർ ഏത് വെഡിന് സ്വപ്നം കേട്ടോ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തമ്മിൽ വൃത്തിയോട് പറഞ്ഞ് കുറ്റം പറഞ്ഞിരിക്കണം. വേറെ രീതിയിൽ ഇരിക്കണവരും വേറെ ടൈപ്പിൽ ഉള്ള വെഡിത്താണ്. വേറെ ബോ ഇങ്ങനെയൊക്കെ സംസാരിക്കണവരാണ്. അത് ഞാൻ ഇവിടെ ഉണ്ടാക്കി പറയണുള്ളൂ. അതല്ലേ ഞാനൊക്കെ പറയേണ്ട കാര്യം. ഇവന് ഗോവയിൽ വന്നിട്ട് എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകതയുടെ അർത്ഥം എന്താ നിങ്ങൾ പറയുന്നത് ഇല്ല. അപ്പം അതിനനുസരിച്ചിട്ട് എപ്പോഴും പറയണം, അതിനുള്ള രീതിയെ വരണം. അത് അങ്ങനെയുള്ള കോപ്പിയെ വരണേ. അല്ലാണ്ട് 1947 തൊട്ട് 1997 അങ്ങനെയുള്ള പലരും ഒബ്സർവ് ചെയ്യണ്ടെങ്കിലും ആരും അവിടെ കോപ്പി ചെയ്യണല്ലേ. അപ്പോൾ വരാനുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളതാണ് വരുന്നത് അല്ലേ. അവർ വേണം കോപ്പി ചെയ്യുന്നത്. 2008 88 ഏത് സമയത്ത് തൊട്ടാണെങ്കിലും അത് മനസ്സിലാക്കാൻ പഠിക്കുക. ആരും ഒബ്സർവ് ചെയ്യണു, ഏത് പെർഫെക്റ്റ് ആളോ ഏത് പ്രത്യേകതകളാണോ ഒബ്സർവ് ചെയ്യണേ, ഏത് സമയത്ത് എന്ത് ചെയ്യണു, എന്തുകൊണ്ടാണ് ഓൺലൈൻ കാര്യങ്ങൾ, ഇവിടെ എന്താ ചെയ്യണം, ഏത് സമയത്ത് 25 വയസ്സാണോ 24 വയസ്സാണോ 24 വയസ്സ് ഏത് ട്രസ്റ്റ് പാസ്സാവണം, ഇപ്പോൾ സർക്കംസിഷൻ ചെയ്യണു, അത് 26 കഴിഞ്ഞ് 27 എവിടേക്ക് പോകണു, 28 29 ഏത് പണ്ടാരത്തിലോട്ട് പോകണു, 30 വയസ്സിൽ എന്ത് ചെയ്തു, പിന്നെ ബാക്കി 30 31 32 33 34 എവിടെയായിരുന്നു, പിന്നെ അത് 35 എവിടെ ആയിരുന്നു, 36 37 ഇവിടെ എന്തുണ്ടായി എന്ന് മനസ്സിലാക്കാൻ. അത് എനിക്കിപ്പോഴറിയില്ല. ഇവിടെ വരെ എന്തുണ്ടായി ഒരു ജാനുവരി 30 വരെ അത് മനസ്സിലാക്കാനുള്ളത് കാണിക്കുക. നീ ഏത് സർക്കംസിഷൻ ചെയ്തപ്പോൾ ഏത് 2012 2025 എന്തുണ്ടായി, അതിനു മുമ്പ് ഏത് April 21 2025 2019 പോലെ എന്തുണ്ടായി അത് മനസ്സിലാക്കാൻ പഠിക്കുക. ക്രിസ്ത്യാനിറ്റി കുറച്ച് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറിനും ഒരു ശരിക്കും അറിയില്ലെങ്കിൽ പിന്നെ ഒരു 2003 കഴിഞ്ഞ് 2006 ജനിച്ചിട്ട് ഓരോ വിഡിത്തം പറഞ്ഞിട്ട് ഓരോ മുതിർന്നവർ ഓരോ വിഡിത്തം പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങളുടെ തെറ്റ് നിങ്ങളെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ശരി വിപരീതം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏത് എക്സ്പ്രഷനാണ് കാണിക്കുന്നത് അതേ അതിനെ വന്നേക്കണേ. അല്ലാണ്ട് വേറെ രീതി ഒരു എക്സ്പ്രഷനാണ് ഞാൻ വെക്കില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഇവിടെ എന്താ പറയണേ ഏട്ടാ, എപ്പോഴും നീ ആ വീട്ടിൽ തന്നെ ചിന്തിക്കണേ. ഞാൻ ചിന്തിക്കാത്തത് നീ ചിന്തിക്കും, എന്നിട്ട് അരുന്നോട്ടി വാങ്ങും. വീണ്ടും ആ തോണ്ടി പല്ലടിച്ച് കുടിച്ചിട്ട് അകടിച്ചിരിക്കണവരെ. ഏട്ടാ, ഞാൻ 9 വയസ്സിലാണ് താലി സിനിമ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയത് തന്നെയാണ്. ഫാമിലി അങ്ങനെ കൊണ്ടുപോയതാണ്. ഗുജറാത്ത് 1999 സിനിമയിൽ താലി സിനിമ ഗുജറാത്തിൽ തന്നെ കാണാൻ വേണ്ടി അവിടുത്തെ ഏതോ ഒരു അഹമ്മദാബാദിലത്തെ. നീ ഇപ്പോഴും പേടി ക്ഷീണം അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം വെഡ്ഡി. ഇപ്പോഴും ബോധമില്ല നിനക്ക്. അന്ന് ഞാൻ സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ 9 10 11 വയസ്സായിട്ടുള്ളൂ എനിക്ക്. കുപ്പാപ്പൻ വരെ മരിച്ചിട്ടില്ലേ. അപ്പോൾ ആ സിനിമയിലെ ഡയലോഗൊക്കെ എന്താണ്, മേരി നാനിയില്ല ഗ്യാര സൽക്കുമാർ ഗൈന്ന് അതൊക്കെ പറയുന്നത് അവർ ഹിന്ദിയിലാണ് പറയണേ. മനസ്സിലാവുണ്ട് കാണിക്കുന്നത്. ഹിന്ദി ഫുൾ ഇന്ത്യയിൽ കാണിക്കുമ്പോൾ അവർക്ക് ഭോജ്പുരി ലാംഗ്വേജിൽ സിനിമ ഇറക്കാൻ പറ്റുമോ? ഭോജ്പുരി ലാംഗ്വേജിൽ സിനിമ ഇറക്കാൻ പറ്റുമോ? ഹിന്ദി യൂണിവേഴ്സൽ ഇന്ത്യയിലുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് ഹിന്ദിയിലാണ് സിനിമ ഇറക്കണം. അല്ലാണ്ട് വേറെ ആസാമീസ് ലാംഗ്വേജിലും ബംഗാളി ലാംഗ്വേജിലും ആ സിനിമ ഇറക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ വേറെ ഭോജ്പുരി ലാംഗ്വേജ് സിനിമ ഇറക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഞാൻ ഹിന്ദിയാണ് പറയാത്തതുകൊണ്ട് അതെനിക്ക് പിടിച്ചെടുക്കാൻ അങ്ങനെ സബ് കോൺഷ്യസ് വരുന്നുണ്ടെങ്കിലും ആ രീതിയിൽ വരുന്നുണ്ടെങ്കിലും അത് ഞാൻ അങ്ങനെ പറയണല്ലേ. അത് സർക്കംസ്റ്റൻസ് അല്ലേ. 9 10 11 വയസ്സ് ആ മൗസിമാരോടൊന്നും എനിക്കൊന്നും തോന്നണല്ലേ വൃത്തികെട്ട രീതി തോന്നണല്ലേ. അവരും എന്നോട് വൃത്തിയോട് പഠിപ്പിക്കണല്ലേ. ഇങ്ങനെ വൃത്തികെട്ട വാക്കുകളില്ലേ ഹിന്ദി വാക്കുകൾ, അത് എന്നോട് പറയിപ്പിക്കണല്ലേ. ഗ്ലീഷോ എന്ന് പറയുന്നത് ഗുഡ് കാഴ്ച വേറെ രീതിയിൽ നടന്നവരാണ്. അവർ വേറെ ടൈപ്പിൽ പറഞ്ഞത് എനിക്കറിയില്ല അവരുടെ കാര്യം. ടീച്ചറുകൾ കുറ്റം പറഞ്ഞ് നടക്കണവർ അവരോട് കിടക്കുന്നുണ്ടെങ്കിലും ഗുജറാത്ത് ഉണ്ടെങ്കിലും താലി സിനിമ കണ്ടിട്ട് എനിക്ക് എന്തോ ട്രെയിൻ കയറി തിരിച്ചു വരാൻ പോകുമ്പോൾ
അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര കരുത്തിർത്താണ്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പോയി. അവർ ഡാഡി മമ്മി ഇരിക്കുന്നുണ്ട്, ചോട്ടി ഞാൻ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട് ട്രെയിനിൽ പോകണ മുമ്പ്, ട്രെയിൻ തുടങ്ങണ മുമ്പ്. അപ്പോൾ ഗോവ ടച്ച് ചെയ്യാണ്ട് മഡ്ഗാവ് മാത്രം ടച്ച് ചെയ്തിട്ട് പോകും. അപ്പോൾ എനിക്ക് എല്ലാവരും മുന്നിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താ പറയുക, ആരും എല്ലാവർക്കും എന്തോ സ്റ്റക്കായ പോലെ. എനിക്ക് എന്തോ പറഞ്ഞാൽ സിനിമ കണ്ടുവന്നതല്ലേ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വന്ന് പറഞ്ഞ് എന്ത് ചേച്ചിയുടെ ഒന്നാമത് ജനിക്കണേ, ഒന്നാമത് ഇങ്ങനെ അതിന് കറിഞ്ഞാൽ ഞാൻ കുറേ നേരം കറിഞ്ഞു, 2-3 മിനിറ്റ് 4 മിനിറ്റ് കറിഞ്ഞു ആകെതായിട്ട് ഇങ്ങനെ പിന്നെ അങ്ങനെയാണ് യാത്ര തുടങ്ങണേ. ട്രെയിൻ തുടങ്ങി അങ്ങനെയാണ് ഗുജറാത്ത് കഴിഞ്ഞ് 1999 കഴിഞ്ഞു, 2001 കഴിഞ്ഞു, വേൾഡ് ട്രേഡ് സെൻറ്റർ കഴിഞ്ഞു. അപ്പോൾ മടങ്ങി അങ്ങനെ പോവുകയാണ്. പിന്നെ 2002 ഇതുണ്ടാവണത്, കച്ച് പൂച്ച് എർത്ത്. അത് ഏത് ഡേറ്റ് നോക്കിയാൽ നീ അപ്പോൾ 26 ജാനുവരി എന്തെങ്കിലാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ് 26 ജാനുവരി ഏത് സമയമാണോ എനിക്കറിയില്ല. അപ്പോൾ നോക്കത് ട്വിൻ കുച്ച് ബുജ് എർത്ത്. അപ്പോൾ എന്തുണ്ടായാലും അത് ഉണ്ടാക്കിയ സിറ്റുവേഷനാണ് ഫേക്ക് സിറ്റുവേഷനാണ് എനിക്കറിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ അന്ന് ചെറുപ്പത്തിൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടോ. ഫേക്ക് സിറ്റുവേഷനാണ് ശരിക്കും. ന്യൂസ് പേപ്പറിൽ എല്ലായിടത്തുള്ളത് ഫേക്ക് ന്യൂസ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ 1999 കഴിഞ്ഞ് 2000 കഴിഞ്ഞ് 2001 2002. അപ്പോൾ മനസ്സിലാക്കി 2004 എന്തുണ്ടായേ അത് മനസ്സിലാക്കാൻ പഠിക്കും. ഏത് ഡേറ്റിൽ എന്താ നടക്കും 12/12/24 മനസ്സിലാക്കാൻ പഠിക്കും. അതുപോലെ ഛത്തീസ്ഗഡ് ഈസ്റ്റ് ഇന്ത്യ വഴി പോകുമ്പോഴും ഈ തിരിച്ച് തൃശ്ശൂർ എത്തണതിന് തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് ഒരു മുളങ്ങത്തുകാവ് വളത്തോൽ നഗർ എത്തിയപ്പോഴേക്കും ഈ കരച്ചിലടങ്ങാൻ വരെ ടി.ടിയും അവിടെ സാമുവൽ എന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ ഒറ്റയ്ക്ക് വരാം തിരിച്ച്. അത്രയ്ക്ക് 3 ദിവസം യാത്ര ചെയ്യാം. 2.5 ദിവസമായി ഇവിടെ എത്തി. വള്ളത്തോളം ഈ കരഞ്ഞ് അടക്കാണ്ട് ഇങ്ങനെ സാമുവലിൻ്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞ് അടക്കാണ്ട് ഇങ്ങനെ ആകെ ഇല്ലാണ്ടായി. എത്ര വയസ്സ്? 16-17 വയസ്സുള്ളൂ. മെയ് 29. അപ്പോൾ ടി.ടി ചോദിക്കുന്നുണ്ട് എന്താ കാരണം. അപ്പോൾ എനിക്കൊന്നും പറയാം, ഞാൻ അവിടെ സ്ട്രെങ്ത് തന്നെ, ഞാൻ സ്വന്തമായി ട്രെയിൻ ഇറങ്ങി പോയി. അപ്പം മനസ്സിലാക്കണം എന്തുണ്ടാവണേ മനസ്സിലാക്കാൻ പഠിക്കുക ആദ്യം. ഞാൻ ഇംഗ്ലീഷ് എക്സാം മാത്സ് എക്സാം എഴുതി 300 ക്വസ്റ്റ്യൻ ജയിക്കാൻ പോകണല്ലേ. അവിടെ പോയി തിരിച്ച് വരേണ്ട കാര്യത്തിലായിരുന്നു. ബിലായി കണ്ടില്ല, വൈശാലി നഗർ വന്നിട്ട് ഇങ്ങോട്ട് വന്നു. 3rd ടൈം ഛത്തീസ്ഗഡ് പോയപ്പോഴാണ് ബിലായിലെ കാണിച്ചത് ജനിച്ച വീടൊക്കെ. എപ്പോൾ 2016 ഞാൻ മരിച്ചപ്പോൾ. മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്